കേരള ചരിത്രത്തിൽ നവോത്ഥാന നായകന്മാരുടെ പങ്ക് വളരെ വലുതാണ്. നവോത്ഥാന നായകന്മാരെ കുറിച്ച് മാത്രം ഓർക്കുന്ന പ്രവണത മാറ്റിവെച്ച് ഇന്ന് മാർച്ച് 8 വനിതാ ദിനം നമുക്ക് കുറച്ച് നവോത്ഥാന നായികമാരെ കൂടി പരിചയപ്പെടാം. മേരി പുന്നൻ ലൂക്കോസ് 1866 കോട്ടയം ജില്ലയിൽ ജനിച്ചു. 1921 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമസഭാംഗമായ വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ്. കേരളത്തിലെ ആദ്യത്തെ സിസേറിയൻ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ, കൂടാതെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ സർജൻസ് ജനറൽ. പിന്നീട് നാഗർകോവിലിൽ ട്യൂബർകുലോസിസ് സാനറ്റോറിയവും തിരുവനന്തപുരത്ത് എക്സ്റേ ആൻഡ് റേഡിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിച്ചു. 1975 രാഷ്ട്രം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു. ലക്ഷ്മി എൻ മേനോൻ 1899 തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു. ഒരു കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. 1952 ബീഹാറിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1952 മുതൽ 57 വരെ ആദ്യത്തെ നെഹ്റു സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ പാർലമെന്ററി കാര്യ സെക്രട്ടറിയായി. 1962 മുതൽ 67 വരെ വിദേശകാര്യ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1967 സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും സാമൂഹിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു. അവരുടെ കർമ്മ ചൈതന്യത്തെ 1957 രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1994 ലക്ഷ്മി എൻ മേനോൻ അന്തരിച്ചു. കൂത്താട്ടുകുളം മേരി 1921 കൂത്താട്ടുകുളത്ത് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു ചെന്നു. പിന്നീട് സർക്കാർ ജോലി ഉപേക്ഷിക്കുകയും സാമൂഹിക സേവനത്തിലേക്ക് കടക്കുകയും ചെയ്തു. EMS കൃഷ്ണപിള്ള തുടങ്ങിയവരുമായി സൗഹൃദത്തിലാവുകയും പാർട്ടി രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തു. അവിടെ അവർ ക്രൂരമായ മർദ്ദനങ്ങൾ നേരിട്ടിരുന്നു എന്ന് തോപ്പിൽവാസിയുടെ ഒളിവിലെ ഓർമ്മകളിൽ പറയുന്നു. കനലെരിയും കാലം എന്നതാണ് കൂത്താട്ടുകുളം മേരിയുടെ ആത്മകഥ. 2014 അവർ അന്തരിച്ചു. അസ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടതോ 4 ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെടേണ്ടതോ അല്ല സ്ത്രീത്വം. ത്യാഗോജ്വല സ്മരണകൾ ഉണർത്തിയ വനിതകൾ എന്നും സമൂഹത്തിന് ആവേശമാണ്. ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കാം നിങ്ങളുടെ ജീവിതവും സുവർണ ലിപികളിൽ. എല്ലാവർക്കും KS മെന്നറിന്റെ വനിതാ ദിനാശംസകൾ.